എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 4-ാം തീയതി രാമായണ പാരായണം ആരംഭിക്കാം. ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീ പാർവതി പരമേശ്വരാഭ്യാം നമഃ. ശ്രീ ഹരേ നമഃ. ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ സരസ്വത്യൈ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമചന്ദ്രായ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാവതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം. കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം ബുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരുന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനക മഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടു ആചാര്യനോടു ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണാനായി നൃപേന്ദ്രനും. സൂര്യചന്ദ്രന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിടിനാനിതു കാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടേതു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമം പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട ഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ.
സൽക്കാരയോഗ്യന്മാരാം രജപുത്രന്മാരെ കണ്ടുൽക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനഗനം തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ശാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ, വല്ലഭനിവൻ മമ നന്ദനക്കെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവീതെനിക്കിപ്പോൾ, വില്ലിഹ കൊടുത്തി വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹേന്ദ്രനും, ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും, സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനിതു കേട്ടു. മന്ദം പൊയ്ച്ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുൻപിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ട മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിയിടിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടം ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനം വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതം. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുന്നുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു.
കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയേയം അർഘ്യാപാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി. സൽക്കരിച്ചിതു തഥാ യോഗ്യമുർവീന്ദ്രൻ ദാനം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ. സാമോദം വസിഷ്ഠനാം ആചാര്യപദാബ്ജവം. തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം. തൊഴുതു ശ്രീരാമപാദാംഭോജ മനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും. തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാംഭോജം. വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു. ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചനുമോദത്തോ ദൂര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി. 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ ദാനം ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 പേർക്കും യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി. നാനാരത്ന മണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യാ. ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ. രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടനാൾ. ഉൾപ്പുളകങ്കത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു. ഭൂതേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വിട്ടു ലക്ഷ്മണകുമാരനും. കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തന്നുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിത പൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേണതു മൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര. നാരദനെഴുന്നള്ളിയാനൊരു ദിനം എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ. നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു. രാമനായി മായാമർത്യവേഷം പുണ്ടറിഞ്ഞാലും യോഗേശ്വരൻ മനുഷ്യനായിടുമ്പോൾ അതൂകാലം. യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവാവേശ്മനികൾ കാരണത്താൽ. സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞിതു. പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ രാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നക വിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാ മൃത്യുശാസനാശാപം മുറിച്ചിടുന്ന പുമാൻ. ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ.
ശക്തിയിൽ ഇതിനെന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്തിൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനം. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോതായുധ സഹസ്രോദ്യോതരൂപത്തോടും ഖദ്യോതാന്വയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കണ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ച ആനൈന്ദ്രം പദം. ത്വൽപാദാംബുജ രജ സൃഷ്ടി കൊണ്ട ഹല്യയും കിൽബിഷത്തോടു വേർവെട്ടു നിർമ്മലയാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനഗനം ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികളറുനൂറും 10,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,300,000 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനം. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മല ഗാത്രിയായ പുത്രിക്കു പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു. വഴി പോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനക ഭേരീതുര്യാഘോഷങ്ങളോടും മൃദുഗാനങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനന്ദർ കുതീരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കായി മറങ്ങു പുറത്തിരിഞ്ഞപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം. വെൺകൊറ്റക്കുട തഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴു മാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരകോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഭാർഗവ ഗർവശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ. പിന്നെയും അഭയമുണ്ടാകുമെന്നറിഞ്ഞാലും ഏതുമേ മടിക്കേണ്ട. നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട. കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധി സുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും
നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ. ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ. ബദ്ധസാത്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ. കീർത്തിച്ചാൻ പലതരം കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ. മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര. മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണി പരിപാലയ കുലം മമ. പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമൂദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്ഥയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ. കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപദേ. കാൽത്തളീരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരീയാതെ ബദ്ധരോഷേണ വഹ്നിജ്വാല പൊങ്ങിയിടും വണ്ണം. വക്രവും മധ്യന്നർക്കമണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ. മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ലരക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ. ബില്ലിങ്കൽ നിനക്കേറ്റം വൈഭവമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ. നിന്നോട് യുദ്ധം ചെയ്യുവാൻ അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല. സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ. ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേ ഉണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും. സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും. ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. ഭക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേഭത്വ പൂണ്ടു. സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും. മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും. ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ. ആശ്രയം അവർക്കെന്തൊന്നുള്ളതു തപോനിധേ. സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ. പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ. ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉദ്ഭവിക്കുകയും ചെയ്തേൻ. ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ. അന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിത മധുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ. കന്ദർപ്പകളേബരൻ കഞ്ചലോചനൻ പരൻ. ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദിരം. നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസാ കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു
വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി, മോദമോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ, ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിട വേണം. ശ്രീരാമവചനം അന്നേരം ഭാർഗവനു ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ, ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു, ശ്രീരാമ രാമ രമാരമണ രഘുപദേ. ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ, ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥ നന്ദന ഹൃഷീകേശ, ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ, പങ്കജ വിലോചന കാരുണ്യവാരിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ, ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു. സാദരം പ്രത്യക്ഷനായ രൂളി ചെയ്തിടിനാൻ, ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ. സിദ്ധിച്ചൂതേ സേവാഫലം നിനക്കെന്നറിഞ്ഞാലും, മത്തേജോയുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും. കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ, കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ. ചൊല്ലഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ, വല്ല ജാതിയും അവൻ മൽക്കുലാംശജനല്ലോ. വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശമിരുപത്തൊന്നു പരിവൃത്തി. യുദ്ധേ നിഗ്രഹിച്ചു കാശ്യപനു ദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമയായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടം. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ്സന്യൂനം. ദാശരഥി തന്നിലാക്കിയിടുക നീ, പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ. എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ, തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിസ്യന്തന സുതനല്ലോ നീ ജഗൽപദേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാത് ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ. ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞാനോത്ഭവങ്ങളെല്ലാം ഷഡ്ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിക്കൊരു നിർവാണപ്രദനല്ലോ. നിന്തിരുവടി പാർത്താൽ വന്ഹിയിൽ ധൂമം പോലെ, വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം.
യാവൽ പര്യന്തം മായാസംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവതല്ല യാവൽ പര്യന്തം മായാസംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവത്തത്വം സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ സ്വന്മായാരചീതമാം സംസാര പാരാവാരം തന്മറു കരയേറിയിടുന്നിതു കാലം കൊണ്ടേ ത്വജ്ഞാനപരന്മാരാം മാനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടം സൽഗുരു വരങ്കൽ നിന്നമ്പോടു വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടം ത്വൽപാദപ്രസാദത്താൽ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവച്ചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടം ത്വൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗത്പദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മുഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയാ ഭവച്ചരണാംബുജം നമോസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചെൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തെന്നു ചിന്തിച്ചതെന്നാലവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവ രഘുപതേ രാമകാരുണ്യാബ്ധേ ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജസ്മൃതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിനാ ഭക്തി പൂണ്ടു രേണുകാതനയനം സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ബുക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവുമകന്നു തൽപുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്താനന്ദശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധി നന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടോ വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷ വേഷം കൈക്കൊണ്ട ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം കേകയ നരാധിപനാകിയ യുധാജിത്തും കൈകേയീതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേ വീടും ശത്രുഘ്നനോടും കൂടി
സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടും നടന്നിടിനാൻ അവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു. ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ. പാകശാസനമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണയോധ്യാപുരി തന്നീലന്നേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമഃ. ശ്രീരാമചന്ദ്രായ നമഃ.